ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സ് എന്താണെന്നുള്ളതും ഞങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് കൊടുക്കുന്നതെന്നുള്ളതും അതുപോലെ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മളുടെ കോഴ്സിന്റെ പേര് ക്വാണ്ടിറ്റി സർവേയിങ്, ഓക്കെ, QS എന്ന് ഇൻ ഷോർട്ടിൽ പറയും. ഇനി ഈ കോഴ്സ് തുടങ്ങിയ ഒരു ജേണി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയിലേക്ക് നമ്മൾ മിഡിൽ ഈസ്റ്റ് ചെയ്യുന്ന ഒരു കൺസൾട്ടിങ് ഫേമാണ്. സോ നമ്മളെ കമ്പനിയിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർ ഹയറിങ്ങിന് വേണ്ടിയിട്ട് നല്ല ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കോഴ്സ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്. സോ ഈ കോഴ്സിൽ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ, ഓക്കെ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ QSന്റെ A to Z അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കോഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കണം. ഇതെന്തുകൊണ്ടാണെന്ന് അറിയോ? നമുക്ക് ഭയങ്കര ഈസിയാണ് ഒരു 2-3 ആൾക്കാരെ ഹയർ ചെയ്തിട്ട് അവരെ ടീച്ചിങ്ങിൽ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് ടീച്ചിങ് എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 10-15 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ സാലറി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഓക്കെ, ബട്ട് നമ്മളത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ പോലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ മാനേജേഴ്സ് ആയിട്ടുണ്ടാവുക. സോ അവർ നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ തരും. ഈ ഗൈഡ് ലൈൻ എപ്പോഴും ഇൻഡസ്ട്രിയിൽ കണക്റ്റഡ് ആയിരിക്കും, ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് കണക്റ്റഡ് ആയിരിക്കും. സോ ഈ എക്സ്പീരിയൻസ് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യമായിരിക്കും, ഓൾറെഡി പഠിച്ച കാര്യമായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അവിടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. സെയിം ഐഡിയ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ട്രെയിനിങ്ങോ വേറെ ഒന്നും കൊടുക്കണ്ട, നേരെ വർക്കിലേക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഓക്കെ, നേരെ വർക്കിലേക്ക് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനീസിൽ ഒരാൾ ഒരു മാസം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മിഡിൽ ഈസ്റ്റ് നിങ്ങൾക്ക് ഒരു 5000 റിയാലാണ് സാലറി ആണെങ്കിൽ 1 ലക്ഷം റുപ്യ 1.25 ലക്ഷം റുപ്യ എക്സ്പെൻസ് ആണ്. ആ സമയത്ത് നിങ്ങൾ ഒരു കമ്പനിക്ക് ആ ടൈം കൊണ്ട് നിങ്ങൾ ഒരു 3 ലക്ഷം റുപ്യ കൊടുത്തിട്ടില്ലെങ്കിൽ കമ്പനിക്ക് നിങ്ങൾ ഹയർ ചെയ്ത ലോസ് ആണ്. ഓക്കെ, സോ എപ്പോഴും കമ്പനീസ് നിങ്ങളെ കൊണ്ട് ഏറ്റവും പെട്ടെന്ന് പെർഫോം ചെയ്യിക്കാണ്. സെയിം നമ്മൾ ചെയ്തത് അത് തന്നെയാണ്. പെട്ടെന്ന് പെർഫോം ചെയ്യിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. വർക്കിംഗ് പ്രൊഫഷണൽസ് ആകുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, ഓക്കെ, ആൻഡ് ഹൗ ദേ ആർ ട്രീറ്റിംഗ് ടു ജൂനിയേഴ്സ്. നിങ്ങളൊരു കമ്പനി പോകുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ജൂനിയർ ആയിരിക്കും. ആ ജൂനിയറിനെ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യിപ്പിക്കുക, എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഈ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ബെസ്റ്റ് പെർഫോമറായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, നമ്മളുടെ കോഴ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഷെയറിങ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഷെയറിങ് ആൻഡ് ഈ നമ്മളൊരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ കമ്പനി എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ QS കോഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സിൽ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടുള്ള ഒരാളാണ്. ഒരു കമ്പനി പോയി കഴിഞ്ഞാൽ ഡേ 1 മുതൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഡേ 1 മുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ബെസ്റ്റ് എംപ്ലോയി ആവും. ഓക്കെ, ബെസ്റ്റ് എംപ്ലോയി ആയി കഴിഞ്ഞാൽ യു ആർ ദ അസറ്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, നിങ്ങളൊരു കമ്പനിയിലെ അസറ്റായി മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കമ്പനി പിടിച്ചു വെക്കും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും, നിങ്ങൾ സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് ആ കമ്പനി തന്നെ ഗ്രോത്തും കിട്ടും. ഓക്കെ, സോ ഇത് നമ്മളെ കമ്പനിയിൽ നമ്മളൊരാളെ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വീക്കായിട്ടോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളെ ഹയർ ചെയ്യില്ല. നമ്മളെ കമ്പനിയിലേക്ക് ഹയർ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ നിങ്ങൾ ഒരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ പെർഫോം ചെയ്യണം നമുക്കറിയാം. എന്നാൽ മാത്രമാണ് ക്ലയൻറ്റിന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമുക്കറിയാം. ആ സാധനം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും. ഇതെല്ലാ കമ്പനിയിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ കമ്പനിയിലും വാലിഡ് ആണ്. ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കമ്പനീസിൽ എക്സ്പോഷറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഏത് കമ്പനി പോയി കഴിഞ്ഞാലും നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് അവിടെ അസറ്റായിട്ട് മാറാനും പറ്റും. ഇതാണ് നമ്മളുടെ
ഇത്രയും നാളത്തെ സക്സസ് ആയിട്ടുള്ള ഈ കേരളത്തിൽ നമ്പർ 1 ടോപ്പ് എന്താ പറയുക കോഴ്സ് കൊടുക്കുന്നതും റിസൾട്ട് ഇൻ ടേംസ് ഓഫ് റിസൾട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ റിസൾട്ട് ആയിട്ട് പ്ലേസ്ഡ് ആയിട്ടും ആ കമ്പനി വിത്തിൻ ഫ്യൂ മന്ത്സിൽ പ്രൊമോഷൻ കിട്ടിയിട്ട് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൺലി ബിക്കോസ് ഓഫ് നമ്മൾ ഇൻഡസ്ട്രിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. ഇൻഡസ്ട്രിയിലെ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു കോഴ്സിന്റെ ഒരു ഓവർവ്യൂ. വാട്ട് വി ആർ ഗിവിങ്, എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതും അത് എങ്ങനെയാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇനി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും പേഴ്സണലായിട്ട് നമ്മളായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു എവരിവൺ, ടേക്ക് കെയർ, ബൈ.